നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം തേടി ഓടുന്നവരല്ലേ? പക്ഷേ ചിലപ്പോൾ ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ശക്തമായ ഒരു കാര്യം നമ്മൾ മറന്നുപോകാറുണ്ട്. അതാണ് സന്തോഷമായിരിക്കാൻ തീരുമാനിക്കുക എന്നത്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ കാഴ്ചപ്പാടിൽ ആ ഒരൊറ്റ തീരുമാനത്തിന് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഞാൻ തീർത്തും നിസ്സഹായനാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. പക്ഷേ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ, ആ തോന്നൽ ശരിക്കും ശരിയാണോ? നമ്മൾ മനുഷ്യർ അത്ര നിസ്സഹായരാണോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പോ ശരിക്കും ഈ നിസ്സഹായാവസ്ഥ എവിടുന്നാ വരുന്നത്? പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്: ഇച്ഛാശക്തി. നമ്മുടെ എല്ലാ നേട്ടങ്ങളുടെയും എല്ലാ ഉയർച്ചകളുടെയും ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ ഇച്ഛാശക്തിയാണ്. എല്ലാവർക്കും ഇച്ഛാശക്തിയുണ്ടെങ്കിൽ പിന്നെന്താ നമുക്കിങ്ങനെ നിസ്സഹായത തോന്നുന്നത്? അതിന്റെ കാരണം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അതൊരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതിന്റെ പാട്ടിനങ്ങ് പോവുകയാണ്. എന്താണ് ഈ ഓട്ടോ പൈലറ്റ് മനസ്സ്? നമുക്ക് നോക്കാം. ഈ ഓട്ടോ പൈലറ്റ് മോഡിനെയാണ് നമ്മൾ ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ഒരു കുന്നിറങ്ങി വരുന്ന വണ്ടി പോലെയാണ് നമ്മുടെ മനസ്സ്. അതിന് ദുഃഖത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പണ്ടേ പോയി ശീലിച്ച എളുപ്പമുള്ള വഴിയിലൂടെ അത് തനിയെ അങ്ങ് ഉരുണ്ടുപോകും. നമ്മൾ ചെയ്യാറില്ലേ? വെറുതെ മറ്റുള്ളവരെ നോക്കി നമ്മളെ താരതമ്യം ചെയ്യും, എപ്പോഴും എന്തേലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷനടിക്കും. ഇതൊക്കെ ഈ മെന്റൽ ഇനേർഷ്യയുടെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉപമയുണ്ട്. നമ്മുടെ മനസ്സ് ഒരു വേലക്കാരനെ പോലെയാണെന്ന് വിചാരിക്കുക, ബുദ്ധിയോ അതിന്റെ യജമാനനും. ഇനി യജമാനൻ ഒരു പണിയും കൊടുത്തില്ലെങ്കിൽ ആ വേലക്കാരൻ എന്തു ചെയ്യും? അയാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയും, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ മനസ്സും ചെയ്യുന്നത്. അപ്പോ പോയിന്റ് ഇതാണ്: നമ്മുടെ മനസ്സ് ഒരു വേലക്കാരനാണ്, യജമാനനല്ല. നമ്മൾ യജമാനനാവണം. നമ്മൾ വേണം അതിനോട് കൽപ്പിക്കാൻ സന്തോഷമായിരിക്കൂ എന്ന്. വെറുതെ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അതൊരു വെറും പോസിറ്റീവ് തിങ്കിങ് അല്ല. അതൊരു ഉറച്ച തീരുമാനമാണ്, ഒരു ഡിസിഷൻ. അങ്ങനെ ഒരു തീരുമാനത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നറിയോ? നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം നോക്കാം. ഭഗത് സിംഗിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം ജയിലിലാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് ചോദിച്ച് രക്ഷപ്പെടാമായിരുന്നു, അല്ലേ? പക്ഷേ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം തന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഒരു തീരുമാനമെടുത്തു. ഉറച്ച തീരുമാനം. ഈ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. അത് പേടിച്ചിട്ടുള്ളൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, അതൊരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം. ഒരാൾക്ക് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മരണം വരെ തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ, അതേ ശക്തി ഉപയോഗിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷമായിരിക്കാൻ നമുക്കെന്താ പറ്റാത്തത്? എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ട് സാധിക്കില്ല? ഇതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം, പക്ഷെ പ്രായോഗികമാണോ? എവിടെ നേരം എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട് എന്നൊക്കെ നമ്മൾ പറയൂ, അല്ലേ? ഇതൊക്കെ നമ്മുടെ സ്ഥിരം ഒഴികഴിവുകളാണ്. എന്നാൽ ഈ ഒരു ചിന്തയെ നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് എങ്ങനെ സമീപിക്കാമെന്ന് നോക്കാം. ഈ കാണുന്ന ചാർട്ട് നോക്കൂ. നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതിൽ വ്യക്തമാണ്. പണം, വീട്, കാറ് ഇതൊക്കെ നേടാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമയവും എനർജിയും മുഴുവൻ ചെലവാക്കുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ എത്രത്തോളം സമയം കൊടുക്കുന്നുണ്ട്? പലപ്പോഴും വളരെ കുറച്ചല്ലേ? അതുകൊണ്ട് പണ്ഡിറ്റ്ജി നമ്മളോടൊരു കാര്യം പറയുന്നു: നിങ്ങൾ സ്വാർത്ഥനാവൂ. ഞെട്ടണ്ട, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആ സ്വാർത്ഥതയല്ല, ഇത് വിവേകമുള്ള സ്വാർത്ഥതയാണ്. അതായത് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ഉള്ളിലെ സന്തോഷമല്ലേ? അതിൽ നമ്മുടെ സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഓക്കെ, അപ്പൊ തിയറിയൊക്കെ മതി. ഇനി നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കടക്കാം. വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരല്ലോ. ഇപ്പോ ഈ നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇനിയൊരു എക്സ്ക്യൂസസും വേണ്ട. നമുക്ക് ഒരുമിച്ച് ഇപ്പത്തന്നെ ഒരു കാര്യം ചെയ്യാം. റെഡിയല്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്യുക. നിങ്ങളുടെ കൈമുഷ്ടിയൊന്ന് ശക്തിയായി ചുരുട്ടൂ. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവർ ഫീൽ ചെയ്യൂ. എന്നിട്ട് കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിനോട് ഉറച്ച ശബ്ദത്തിൽ പറയുക: ഞാൻ എന്റെ മനസ്സിന് ഒരു കൽപ്പന കൊടുക്കുന്നു. ഇപ്പോ ഈ നിമിഷം മുതൽ ഞാൻ സന്തോഷത്തിലായിരിക്കും, സമാധാനത്തിലായിരിക്കും. ഇതെന്റെ തീരുമാനമാണ്. എന്റെ മുഴുവൻ ഇച്ഛാശക്തിയും ഞാൻ ഇതിനായി ഉപയോഗിക്കും. ഒരു കാര്യം എപ്പോഴും ഓർക്കണം: സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും കൊണ്ടുതരേണ്ട ഒന്നല്ല. അത് നമ്മുടെ അവകാശമോ തലവിധിയിലുള്ള എന്തോ ഒന്നോ അല്ല. അത് നമ്മളെടുക്കുന്നൊരു തീരുമാനം.
നമ്മുടെ ആത്മാവ് എടുക്കുന്ന ഒരു ഡിസിഷൻ. ആ തീരുമാനം എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴാണെന്നറിയോ? അത് ഇപ്പോഴാണ്, ഈ നിമിഷം. ഈ ഒരു ചിന്ത നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. നമസ്കാരം.